സത്യാനന്തര കാലം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് സത്യാനന്തര കാലത്താണെന്ന് പൊതുവെ ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യവുമാണ്. രാജ്യത്ത് ഈ സത്യാനന്തര കാലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സംഘപരിവാറുമാണ്. എന്നുവെച്ചാൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സത്യത്തേക്കാൾ പ്രധാനം അതിന് പുറത്തുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ നുണ. സത്യമല്ലാത്ത കാര്യങ്ങൾ നുണയാണല്ലോ. അപ്പം നുണകളിലൂടെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നതാണ് സത്യാനന്തര കാലത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത. രാജ്യത്ത് സംഘപരിവാറാണ് സത്യാനന്തര കാലത്തിൻ്റെ പ്രയോക്താക്കളും ഗുണഭോക്താക്കളുമെങ്കിൽ കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവായി നിലകൊള്ളുന്നത്. അദ്ദേഹം നുണകളുടെ ഒരു പെരുമഴക്കാലം സൃഷ്ടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും നിയമസഭയ്ക്ക് പുറത്തും നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നാം മൂക്കത്ത് വിരൽ വെച്ച് പോകും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസാണ് സതീശൻ്റെ ഇപ്പോഴത്തെ ഇഷ്ടപ്പെട്ട വിഷയം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ്. പ്രതിപക്ഷ നേതാവും BJP നേതാക്കളും പറയുന്ന ആക്ഷേപങ്ങളെല്ലാമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ച BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള സംഘത്തിന് ഹൈക്കോടതി നല്ല മറുപടി നൽകിയതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇവർ അവിടെ എത്തിയത്. ഹൈക്കോടതി കൃത്യമായി അവർക്ക് നല്ല മറുപടി നൽകി. CBI അന്വേഷണം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ ഹൈക്കോടതി നൽകി. ഹൈക്കോടതിയുടെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാരും അടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് SITയുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല. SIT റിപ്പോർട്ടുകൾ അതേപടി മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇന്നലെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് കൃത്യമായി ഇത് പറയുകയും ചെയ്തു. SITയുടെ നടപടികൾ മുഴുവൻ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. CBIയേക്കാൾ മുകളിലാണ് ഹൈക്കോടതി. CBI അന്വേഷണത്തെ എതിർക്കേണ്ട കടമയൊന്നും സംസ്ഥാന സർക്കാരിനില്ല. അതെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന് കോടതി കൃത്യമായി പറഞ്ഞു. അന്വേഷണം വളരെ ശരിയായ ദിശയിലാണ് നടക്കുന്നത്. ഇത് ഒരു കൊലപാതക കേസ് പോലെയോ തല്ല് കേസ് പോലെയോ പെട്ടെന്ന് തീർപ്പാക്കാൻ കഴിയുന്നതോ വിചാരണ നടത്താൻ കഴിയുന്നതോ ഒന്നുമല്ല. വളരെ സൂക്ഷ്മമായി നടത്തേണ്ടതാണ്. ഇതിൽ പതിറ്റാണ്ടുകളായി നടന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ കണ്ണികൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഓരോ ഘട്ടവും ഇതിൻ്റെ വിദഗ്ധ പരിശോധനാ ഫലങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകണമെന്ന സാങ്കേതിക ന്യായത്തിൽ പിടിച്ചു നിന്നാൽ അന്വേഷണം ദുർബലമാവും. ഇതിൻ്റെ പരിപൂർണതയിൽ കേസ് എത്തിക്കണമെങ്കിൽ നിതാന്ത ജാഗ്രതയോടെ നീങ്ങേണ്ടതുണ്ട്. അതിനെല്ലാം സമയം ആവശ്യമുണ്ട്. അതിനാൽ അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിൽ നിർത്താനോ ഈ ഘട്ടത്തിൽ അന്വേഷണ ഏജൻസിയെ മാറ്റുവാനോ ഉള്ള നീക്കം അത് അനുചിതവും മാത്രമല്ല അത് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയത്. എന്നിട്ടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് പ്രതികളെ സംരക്ഷിക്കുന്നു, ഇത് CPMൻ്റെ സമ്മർദ്ദമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമാണ് ശബരിമല കേസിനെ അട്ടിമറിക്കുന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈക്കോടതി തള്ളിയിട്ടും ഇതിൻ്റെ മുഴുവൻ വസ്തുതകളും കൃത്യമായി പുറത്തു വന്നിട്ടും പ്രതിപക്ഷ നേതാവ് ഇതിൽ നിന്ന് വിടാൻ തയ്യാറില്ല. കാരണം അവർക്ക് പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയം പറയാൻ കഴിയില്ല. സതീശൻ ഇടയ്ക്കിടെ പറയാറുണ്ട് ഞാനൊരു ഇടതുപക്ഷമാണ്, നെഹ്റുവിയൻ ലെഫ്റ്റാണെന്ന്. എന്നാൽ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഹ്റുവിൻ്റെ ആദർശങ്ങൾ എന്താണ്? നെഹ്റു കൃത്യമായി സത്യത്തിൽ അടിയുറച്ച് നിന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇവർ അങ്ങനെയാണോ ഇവരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സംഘത്തിൻ്റെ പ്രവർത്തനം? ഇവർ 10 വോട്ട് ലക്ഷ്യമിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഇവരുടെ ആദർശങ്ങൾ കോൺഗ്രസ് 1991 തന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ നെഹ്റുവിൻ്റെ നയങ്ങളെല്ലാം ഉപേക്ഷിച്ചതാണ്. നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കുകയും സ്വകാര്യവൽക്കരണത്തിൽ നീങ്ങുകയും ചെയ്തു. ആ കോൺഗ്രസിൽ തന്നെയാണ് സതീശൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആദർശപരമായും നയപരമായും കോൺഗ്രസ് ഇപ്പോൾ ഇടതുപക്ഷത്തൊന്നുമല്ല. കോൺഗ്രസ് ഒരു കാലത്ത് ഇടതുപക്ഷത്തല്ല. നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെയും കാലത്ത് ദേശസാൽക്കരണ പൊതുമേഖലയെ സംരക്ഷിക്കുക, ദേശസാൽക്കരണം നടപ്പാക്കാൻ തുടങ്ങിയ നയങ്ങൾ സ്വീകരിച്ചുവെങ്കിലും ഇടതുപക്ഷമെന്ന് അവർ പോലും അവകാശപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തോട് ഒരു താല്പര്യം നെഹ്റു പ്രകടിപ്പിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം തള്ളിപ്പറഞ്ഞ് ആണ് കോൺഗ്രസ് ദശകങ്ങളായി മുന്നോട്ട് പോകുന്നത്. ആ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്ന സതീശനെ ഈ തൻ്റെ ഓരോ നിലപാടുകളെയും സാധൂകരിക്കാൻ വേണ്ടി നിരന്തരം കള്ളങ്ങൾ ആവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ശബരിമല കേസിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ വ്യക്തമാകുന്നത്. ഈ ഇടതുപക്ഷം എന്ന് ആവർത്തിക്കുന്ന സതീശൻ ജനകീയമായ കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണോ?
ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറി, അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ, ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താണ്? മാത്രമല്ല കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ, കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് കേരളം ഒന്നടങ്കം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ആ ഒരു ജനങ്ങളോടും കേരളത്തോടുമുള്ള താല്പര്യത്തിൽ ഒരു ഇഞ്ച് പോലും അതിനോട് അനുകൂല സമീപനം കാണിക്കാത്ത പ്രതിപക്ഷമാണ് വി.ഡി. സതീശനാണ് ഒരു ഇടതുപക്ഷം എന്ന ദുർബലമായ ഒരു വാദത്തിൽ ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തരം കള്ളങ്ങൾ പറയുകയും കേരളത്തിലെ ജനകീയ വികസന പദ്ധതികൾ നടപ്പാക്കുന്ന സർക്കാരിനെതിരെ നിരന്തരം നുണ പ്രചരിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ സത്യാനന്തര രാഷ്ട്രീയം അതിൻ്റെ പ്രയോക്താക്കളായി മാറാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി ഇന്ന് സതീശനെ ഏത് രീതിയിലും സംരക്ഷിക്കുന്ന കേരളത്തിലെ UDF പത്രം തന്നെ ഇന്ന് അവർ നടത്തിയ ബഡ്ജറ്റ് പ്രഭാഷണത്തിൽ കേന്ദ്ര ധനസെക്രട്ടറി വന്നു നടത്തിയ പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ കേരളത്തെ മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങളെയും കബളിപ്പിച്ചു എന്നാണ് അദ്ദേഹം മുൻ കേന്ദ്ര ധനസെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഈ സത്യാനന്തര കാലം അതിൻ്റെ പ്രയോക്താക്കളായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ സംഘത്തെയും പരമാവധി അകറ്റി നിർത്തുക എന്നതാണ് കേരളത്തിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം.